അങ്ങനെ കല്യാണം നോക്കാൻ തുടങ്ങി. അങ്ങനെ മാരേജ് സെറ്റായി. അങ്ങനെ നമ്മളെ കല്യാണം കഴിഞ്ഞ് ഞാൻ അതിന്റെ ഡീറ്റെയിൽ ഞാൻ ഇപ്പോൾ രണ്ടിന്റെ ഡീറ്റെയിലുകൾ നമ്മൾ പറയണില്ല, കാരണം അത് കഴിഞ്ഞു പോയതാണ്. കാരണം അത് അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ. കല്യാണം കഴിഞ്ഞു, പക്ഷെ അതൊരു 6 മാസം നിലനിന്നുള്ളൂ. അപ്പൊ ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് പണിക്കിറങ്ങണൊക്കെ. എങ്ങനെയും തേങ്ങ പൊളിക്കാൻ പോവാം, അതുപോലെ കുറുന്തോട്ടി പറിക്കാൻ പോവാം, ഈ പെയിന്റിങ്ങിന്റെ അല്ലറ ചില്ലറ പരിപാടികൾ. ഏറ്റവും കൂടുതൽ ഐസ് ഞാൻ വിറ്റിട്ടുണ്ട്. ഈ സ്കൂൾ ഗ്രൗണ്ട്, ഗാനമേള, അതുപോലെ നമ്മളെ ഫുട്ബോൾ ഗ്രൗണ്ടുകളൊക്കെ. 3 ദിവസം വർക്കിന് പോകും, 4 ദിവസം സ്കൂൾക്ക് വരും. ഞാൻ പിറ്റേ ദിവസം വരുമ്പോൾ സൽമാൻ എന്ന് വിളിക്കുമ്പോൾ ഞാൻ അങ്ങനെ കൈ പൊന്തിച്ചാൽ നമുക്കൊരു മനസ്സിലാവും ഞാൻ വർക്കിന് പോയതാണെന്നുള്ളത്. അവിടെ ഫുള്ള് എനിക്ക് അറ്റൻഡൻസ് വരും. അങ്ങനെ സാറിനോട് പറഞ്ഞാൽ എന്തെങ്കിലും വീട്ടിൽ ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും പറഞ്ഞു, ഞാൻ സഹായിച്ചു. എൻ്റെ ഒന്നും പ്രശ്നങ്ങൾ ഒരാളും അറിയാതെ പറഞ്ഞാൽ ഞാൻ ഇതുവരെ സാറോട് ഒരു പൈസ ചോദിച്ചില്ല. ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. അപ്പോൾ സാർ കേടാണെങ്കിൽ ബിഗ് സല്യൂട്ട്. എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വ്യക്തി പറഞ്ഞാൽ എൻ്റെ ഉമ്മ തന്നെയാണ്. കാരണം ഞാനിപ്പോൾ യാത്ര തുടങ്ങിയാലൊക്കെ എന്ന് വെച്ചാൽ ഉമ്മ ഇല്ലാതെ ഇതൊന്നും നടക്കൂല. കാരണം നമ്മളന്ന് ആ ഒരു കാട്ടില് വെള്ളമില്ലാതെ കറണ്ട് ഇല്ലാന്നുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മക്ക് ഞങ്ങളെ ഇട്ട് പോകാൻ ശരിക്കും. കാരണം നാഥൻ ഇല്ലാത്തോണ്ടില്ലാതെ ഞങ്ങളെ ഈ മക്കളെ അങ്ങനെ നോക്കി വളർത്തി മക്കളെ കെട്ടിച്ച് വലുത് കാര്യങ്ങൾ നമുക്ക് നമ്മളുടെ ജീവിതത്തിനോടും പ്രാക്ടിക്കലി മാനസികമായിട്ടൊന്നും പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരു രീതിയിലായിപ്പോയി. ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇപ്പോൾ 6 മാസം കൊണ്ട് ഞാനത് ഡ്രോപ്പ് ചെയ്തു. കാരണം ഞാൻ ഒരുപാട് ആലോചിച്ച് തീരുമാനത്താണ്. കാരണം ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കാന്ന് വെച്ചാൽ ഞാനിത് കൊണ്ട് നടന്നാൽ എത്ര കാലം കൊണ്ടു നടക്കും. നമ്മളൊരു 6 മാസത്തിന് ഒരു കൊല്ലത്തിനൊന്നും ഇല്ലല്ലോ. കഴിഞ്ഞു. ഇപ്പൊ ഭയങ്കര ലൈഫാണ്. ഭയങ്കര ലൈഫ് എന്ന് പറഞ്ഞാല് അടിപൊളി ലൈഫ്. എനിക്ക് തോന്നണു അത് നടക്കാത്ത നന്നായി. കാരണം എന്താ വെച്ചാൽ ഇന്നേക്കാൾ എത്രയോ ബെറ്റർ ഒരാളാണ് പുള്ളിക്കാരത്തേക്ക് കിട്ടിയത്. നമ്മളെ മുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ പോട്ടെ എന്നുള്ള. ഞാൻ കണ്ട എന്റെ ലൈഫിൽ ഏറ്റവും ക്യൂട്ട് കപ്പിൾസ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അവരാണെന്ന്. കാരണം എനിക്ക് അവരങ്ങനെ തന്നെ നിൽക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ആണ്. അതിന്റെ ജീവിതത്തിൽ നമുക്കൊരു ഏറ്റവും പെറ്റായിട്ടുള്ള ഒരാൾ വരുന്നത് നമ്മളെ നോക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ സൗഹൃദങ്ങൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങിയത് എൻ്റെ അളിയൻ്റെ വലിയ സൗഹൃദങ്ങളെ കണ്ടിട്ടാണ്. കാരണം അളിയൻ ഫാമിലി ലൈഫിൽ വന്നതിൻ്റെ ശേഷം തന്നെ അവനും എൻ്റെ പെങ്ങളൊക്കെ വീട്ടിലോട്ട് വന്നില്ലെങ്കിലും അവർ വരാത്ത സമയത്ത് പോലും നമ്മളെ വീട്ടിലോട്ട് ഒരു പിടി സാധനവുമായിട്ട് എൻ്റെ അളിയൻ്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, മറക്കാൻ പറ്റില്ല. അക്ബർ, ഹാരിസ്, ഷാനവാസ് എന്നൊക്കെ പറഞ്ഞു. അവർ നമ്മളെ വീട്ടിലോട്ട് വരും കുറച്ച് സാധനങ്ങളായിട്ട്. ആ സമയത്ത് ഇപ്പം എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ലൈഫിക്ക് ഒരു പ്രണയം കയറി വന്ന് ഞാൻ അതിൻ്റെ കാര്യമുള്ള ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒക്കെ ഏറ്റവും നല്ല കോണ്ടാക്റ്റാണ് ആ വീട്ടുകാരായിട്ടൊക്കെ നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ഈ ഫൈറ്റ് ഷൂട്ട് ചെയ്യുക, കോമഡി ഷൂട്ട് ചെയ്യുക, വീഡിയോ പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സിനിമ എൻ്റെ ഭയങ്കര പാഷനാണ്. ഒരു കാലത്ത് എനിക്ക് കല്ലു അർജുൻ എന്ന് പറഞ്ഞ നടനോട് ഭയങ്കര ഇഷ്ടമാണ്. അത് അന്നും ഇഷ്ടമാണ് ഒന്നും ഇഷ്ടമാണ് പ്രശ്നമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളെ പ്രശ്നമില്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ച്. നമ്മൾ 2006 കാലഘട്ടത്തിൽ പുള്ളിക്കാരൻ ആര്യ എന്ന് പറഞ്ഞ മൂവിയിലൂടെ വന്നപ്പോൾ തന്നെ നമ്മളെ ചെറുപ്പകാലത്ത് ഒരുപാട് സങ്കടങ്ങൾ മാറ്റിമറിച്ച് ആദ്യമായിട്ട് ഒരു ചെറിയ ജോലിക്ക് പോകാൻ തുടങ്ങിയത് 10ാം ക്ലാസ് മുതൽ. കാരണം എന്താ വെച്ചാൽ നമ്മൾ എത്തിൻകുട്ടിയെ വളർന്നുകൊണ്ട് തന്നെ നമുക്ക് ഫണ്ട് ഭയങ്കര പ്രശ്നം. വീട്ടിലോട്ട് ചില സമയത്തൊന്നും ഫുഡും കാര്യങ്ങളൊക്കെ ഭയങ്കര, എന്നാലും ഒരുവിധ ആളുകൾ എല്ലാവരും സഹായിച്ചിട്ടാണ് പോയതെങ്കിലും. ഇപ്പൊ ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഒന്നും നമ്മൾ മറക്കാൻ പാടില്ല. നമ്മുടെ നാട്ടില് ഞാനൊരു നേരത്തെ ഫുഡ് കഴിക്കാത്ത വീടുകൾ വളരെ കുറവായിരിക്കും. കാരണം എന്താ വെച്ചാൽ എത്തിൻകുട്ടിയായിട്ട് വളർന്നുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് ഞാൻ അപ്പനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിലുകളൊക്കെ നമ്മൾ അറിയുന്നത്. ഇപ്പൊ എത്രത്തോളം ആളുകൾക്ക് പ്രിയങ്കരമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, എന്നോട് ഒരുപാട് ആളുകൾ ദിവസേന വന്നിട്ട് പേഴ്സണലായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ആരാണ്, എവിടെ നിന്നാണ്, വീട്ടിൽ ആരൊക്കെയുണ്ട്, ഇങ്ങനത്തെ നിങ്ങൾ ഡീറ്റെയിൽ ലൈഫ് സ്റ്റോറി വീഡിയോ ചെയ്യാൻ പറ്റുമോ ഒന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു ആഗ്രഹം. എല്ലാവർക്കും പേര് ബാപ്പോണെന്ന് അറിയാം. ഞാനൊരു മാറ്ററിൽ ഇട്ടുകൊണ്ട് പേര് ബാപ്പോണെന്ന് അത് വിളിക്കണമെന്ന് ഇഷ്ടം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിനപ്പുറത്തേക്ക് എൻ്റെ ഡീറ്റെയിൽ കൂടുതൽ ആൾക്കാർക്കൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞിരുന്നു ഞാൻ അത് ചെയ്യും. അങ്ങനത്തെ ഒരു ഫ്രീ മൈൻഡും അങ്ങനത്തെ ഒരു സ്പേസും കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവം തന്നെ നിങ്ങൾക്ക് കേൾക്കാം. നമ്മൾ ഫാമിലി എന്താണ്, കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ, വിദ്യാഭ്യാസം, നമ്മൾ എന്താണ് ജോലി, ഇങ്ങനെ വളർന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. കാരണം പലർക്കും ചോദിച്ചാൽ ഒരു ഓട്ടോ യാത്രയാണ്, പക്ഷെ അതിൽ പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, കോമഡി ഉണ്ട്, മോട്ടിവേഷൻ ഉണ്ട്, ഫുഡ് ഉണ്ട്, അതായത് എല്ലാ സംഗതികളും ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊന്നും എനിക്ക് അറിയുന്ന പരിപാടികളൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഇതൊക്കെ. അപ്പോൾ ഞാനതങ്ങനെ നിങ്ങളോട് പ്രകടിപ്പിക്കണമെന്ന് മാത്രമല്ല. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ. അപ്പോൾ അതിന് നല്ല അഭിപ്രായങ്ങളും മോശം അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ ലൈഫ് സ്റ്റോറി എന്ന് പറയാൻ പോകണം. അത്ര വലിയ സംഗതി ഉള്ള സംഭവ വികാസങ്ങളുടെ സ്റ്റോറി കാര്യങ്ങളൊന്നും അല്ല. പക്ഷെ നിങ്ങൾക്കൊരു നദി പോലെ രസമായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു സ്ട്രക്ചർ കിട്ടും. ഞാൻ എന്താണ്, എവിടെയാണ്, എങ്ങനെ വളർന്നു നിൽക്കുന്ന കാര്യങ്ങൾ. ഞങ്ങളെ എൻ്റെ പേര് സൽമാൻ എന്നാണ്, സൽമാൻ CK. പിന്നെ ഞാൻ മലപ്പുറം മേൽമുറി ആലത്തൂർപടി വടക്കേപ്പുറത്താണ് എൻ്റെ വീട് എന്ന് പറയുന്നത്. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 4 മക്കളാണുള്ളത്. 4 മക്കളെന്ന് പറയുമ്പോൾ ആളുകൾ അന്ന് വിട്ടു പോകും. ശരിക്കും 3 മക്കളല്ലേ എന്നുള്ളത്. അതായത് ഞാനും എനിക്ക് 2 പെങ്ങന്മാരാണുള്ളത്. എനിക്കൊരു കരണ്ട് കൂടിയുണ്ട്. എൻ്റെ ഉപ്പാൻ്റെ ആദ്യത്തെ ഉമ്മയിൽ ഉള്ള മോന്. പക്ഷെ എനിക്കെൻ്റെ സ്വന്തം കാരണോട് തന്നെയാണ് ഞങ്ങൾ. പക്ഷെ മൂപ്പര് സെപ്പറേറ്റ് ആണ് താമസിക്കുന്നത്. ഞങ്ങൾ ഭയങ്കര റിലേഷനും പോക്കും വരവും കാര്യങ്ങളും ഒരു പ്രശ്നങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ 4 മക്കൾ.
എൻ്റെ 2 സിസ്റ്റേഴ്സും പിന്നെ ഞാനും എൻ്റെ ഉമ്മയും. ഉപ്പ ഇല്ല, ഉപ്പാനെ പറ്റിയുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിരുന്നത്. ഉപ്പ ചെറുപ്പത്തിൽ നമ്മളെ എനിക്ക് 2 വയസ്സായപ്പോൾ ഉപ്പ മരിച്ചതാണ്. ഉപ്പാനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ജനിച്ച അങ്ങനത്തെ സംഗതികൾ പറയാം. ഉമ്മയാണ് ഞങ്ങളെ വളർത്തിയത്. ഉമ്മാൻ്റെ വീട് വള്ളോമ്പുറത്താണ്, പറഞ്ചേരി ഫാമിലി. അത്യാവശ്യം അവിടുത്തെ വലിയൊരു ഫാമിലി നിന്നാണ് ഉമ്മ. അപ്പോൾ ഞങ്ങൾ ചെറുപ്പത്തിൽ അങ്ങനെ റോഡും വെള്ളമോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു കാട്ടിലാണ് അങ്ങനെ ജീവിച്ചു എന്ന് പറയാൻ പറ്റും. ഒരു ചെറിയൊരു കൂര, ഒരു വീട്. അപ്പോൾ ആ വീട്ടിൽ നിന്നാണ് ഉമ്മ നമ്മളെ വളർത്തിയത്. ഉപ്പാക്ക് ഈ മരം വെട്ടിൻ്റെ തൊഴിലായിരുന്നു. ഏത് മരം ഇപ്പോൾ വിട്ടു. അത്രയും ബ്രില്യൻ മൈൻഡും അങ്ങനത്തെ ഒരു നമ്മൾ പറയില്ല ജെന്റിൽമാൻ ക്യാരക്ടറും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിന്ന് കൂടുതൽ സംസാരിക്കാത്ത ആളുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. ഉപ്പ നമ്മുടെ ഒരു 2 വയസ്സ് സമയത്ത് ഒരു തറവാട്ടിലൊരു മരം വെട്ടുന്ന സമയത്ത് തെങ്ങ് കട്ട് ചെയ്തപ്പോൾ പ്രതീക്ഷിക്കാണ്ട് തലമക്ക് വന്നിട്ട് ആണ് തലക്കടിയേറ്റിട്ട് 4ാം പെരുന്നാൾക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ 4ാം പെരുന്നാൾക്ക് 28 വർഷമായി. അപ്പോൾ നിങ്ങളെ പ്രാർത്ഥനകളൊക്കെ ഒന്ന് ഉൾപ്പെടുത്തുക. അങ്ങനെ ഉപ്പ മരിച്ച അത് മുതൽ ഉമ്മയാണ് സത്യം പറഞ്ഞാൽ നമ്മളെ വളർത്തിയത്. ഞങ്ങൾ 3 മക്കളും ആണ്. ഞാനാണ് അതിൽ ചെറുത്. 2 പെങ്ങന്മാരുള്ളത്. എൻ്റെ 2 വയസ്സ് മൂത്തതൊരു പെങ്ങള്, പിന്നെ 3 വയസ്സ് മൂത്തായിട്ട് മറ്റൊരു പെങ്ങളും. അപ്പോൾ എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ അവരും കൂടെയാണ്. ഇപ്പോൾ അവർക്ക് പിന്നെ 6ഓളം പേരക്കുട്ടികളുണ്ട്. എനിക്ക് ഒരു പെങ്ങൾക്ക് 4 പേരക്കുട്ടികളും, ചെറിയ പെങ്ങൾക്ക് 4 പേരക്കുട്ടികളും, വലിയ പെങ്ങൾക്ക് 2 പേരക്കുട്ടികളും. അങ്ങനെ നമ്മളെ വളർത്തിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഫാമിലി, അയൽവാസികൾ, നമ്മളെ നാട്ടുകാർ, നമ്മളെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ചേർന്നിട്ട് എത്തിമുട്ടിയായിട്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ മറക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ ഞാനൊരു നേരത്തെ ഫുഡ് കഴിക്കാത്ത വീടുകൾ വളരെ കുറവായിരിക്കും. കാരണം എന്താ വെച്ചാൽ എത്തിമുട്ടിയായിട്ട് വളർന്നുകൊണ്ടും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഉപ്പാനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിലുകളൊക്കെ നമ്മൾ അറിയുന്നത്. ഇപ്പോൾ എത്രത്തോളം ആളുകൾക്ക് പ്രിയങ്കരമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത്. ഉപ്പാനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ പറയാൻ പറ്റും. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് നമ്മളെ വീഡിയോ നീണ്ടു പോകും. അങ്ങനെ അവിടുന്ന് ഉമ്മ ഇതുപോലെ എന്നെ പോലൊരു ക്യാരക്ടർ, കുറച്ച് എക്സ്ട്രോവേർട്ടാണ്, ഇത് സംസാരിക്കണം. അപ്പം എല്ലാവർക്കും അതുപോലെ ഉമ്മാനും ഭയങ്കര കാര്യമായിരുന്നു. അങ്ങനെ എല്ലാവരും ഫണ്ടുകളൊക്കെ തരും. അങ്ങനെയാണ് നമ്മൾ വളർന്നിരുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് ചെറിയൊരു പലചരക്ക് വീടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങും. ഈ നോമ്പിനാണല്ലോ നമുക്ക് കൂടുതൽ എത്തി കുട്ടികൾക്ക് ഫണ്ട് കിട്ടുക, അങ്ങനെയൊക്കെ നമുക്ക് വേണ്ടിയിട്ട്. അത് നോമ്പിനെ നമ്മൾ പെരുന്നാൾക്ക് നമ്മൾ വീട്ടും. അങ്ങനെ ആയിരുന്നു നമ്മൾ അബോക്കാരെ വീട് എന്ന് പറയും. അവിടെ നിന്നാണ് നമ്മൾ കാര്യങ്ങളൊക്കെ നടത്തി പോന്നിരുന്നത്. അങ്ങനെ ഞാൻ പഠിച്ചത് നമ്മുടെ നാട്ടിലെ LP സ്കൂളിലാണ്. ടീച്ചർമാരെ നമുക്ക് ഓർക്കാൻ പറ്റില്ല, എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ UPയിൽ പഠിച്ചത് 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിച്ചത് മലപ്പുറം നമ്മളെ മോങ്ങത്തെ ഉമ്മുൽക്കുറ എന്ന് പറഞ്ഞ അറബിക് APയുടെ എത്തിങ്ങാന സ്കൂളിലാണ്. അപ്പോൾ അവിടെ പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഫീസോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇംഗ്ലീഷ് മീഡിയം അല്ലെങ്കിലും ഇംഗ്ലീഷ് മീഡിയം പോലെ ആണ് നമ്മൾ പഠിപ്പിച്ചിരുന്നത്. അന്ന് അവിടെ ഉള്ള അതിൻ്റെ ഏറ്റവും വലിയൊരു ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത്, നമ്മൾ 6ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് നമ്മളെ സ്കൂൾ ബസ് മറിഞ്ഞിട്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ചിലപ്പം, 8 കുട്ടികളെ ഒരു കൊക്കയ്ക്ക് വീണിട്ട് 8 കുട്ടികൾ മരിച്ചത്. അത് ഞങ്ങളെ സ്കൂൾ ബസ്സായിരുന്നു. അതിൽ 2ാമത്തെ ട്രിപ്പാണ് നമ്മൾ എടുക്കേണ്ടത്. പക്ഷേ 1ാമത്തെ ട്രിപ്പാണ് മറിഞ്ഞത്. അന്ന് നമ്മൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. അന്ന് ഡ്രൈവർ അടക്കം 8ഓളം കുട്ടികൾ അന്ന് മരിച്ചു. ഞാൻ 6ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് ടൈം എനിക്കൊരു കാരണോല് അല്ലെങ്കിൽ അങ്ങനെ ഒരാളിൻ്റെ ലൈഫിലേക്ക് വരുന്നത്. അതായത് എൻ്റെ അളിയന്, എൻ്റെ വലിയ പെങ്ങളെ കല്യാണം 6ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ്. എനിക്ക് 11ാമത്തെ വയസ്സിൽ. എനിക്ക് തോന്നുന്നു അവളൊരു 15 അന്നൊക്കെ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് പോകും. കാരണം നമ്മൾ പ്രത്യേകിച്ച് ഉപ്പമില്ലാത്ത കുട്ടിയും കൂടെ അല്ല. അപ്പം അമ്മക്ക് ആ ഒരു പേടിയും ബേജാറൊക്കെ ഉണ്ടാവുമല്ലോ, പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് വിടണം എന്നുള്ള. ഞാൻ എൻ്റെ ഒരു ലൈഫിലെ റോൾ മോഡൽ എന്ന് പറഞ്ഞത് എൻ്റെ വലിയ അളിയനാണ്. കാരണം ഞാൻ അവനിലൂടെയാണ് ക്ഷമ എന്താണെന്ന് പഠിച്ചത്. ഒരാളെങ്ങനെ ക്യാരക്ടർ മോൾഡ് ചെയ്യണം, ഒരു ബിഹേവിയർ എന്താ, ആറ്റിറ്റ്യൂഡ് എന്താ, ഒരാളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളെ എങ്ങനെ ക്രമീകരിക്കുക, അല്ലെങ്കിൽ ആളുകളെങ്ങനെ ക്രോഡീകരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വേണ്ടിയിട്ടാണ്. അതിൻ്റെ ജീവിതത്തിൽ നമുക്കൊരു ഏറ്റവും പെറ്റായിട്ടുള്ള ഒരാൾ വരുന്നത് നമ്മളെ നോക്കാൻ വേണ്ടിയിട്ട്. അതേമാതിരി സൗഹൃദങ്ങൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങിയത് എൻ്റെ അളിയൻ്റെ വലിയ അളിയൻ്റെ സൗഹൃദങ്ങളെ കണ്ടിട്ടാണ്. കാരണം അളിയൻ ഫാമിലി ലൈഫിൽ വന്നതിൻ്റെ ശേഷം തന്നെ അവനും എൻ്റെ പെങ്ങളൊക്കെ വീട്ടിലോട്ട് വന്നില്ലെങ്കിലും അവർ വരാത്ത സമയത്ത് പോലും നമ്മളെ വീട്ടിലോട്ട് ഒരു പിടി സാധനവുമായിട്ട് എൻ്റെ അളിയൻ്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, മറക്കാൻ പറ്റില്ല. അക്ബർ, ഹാരിസ്, ഷാനവാസ് എന്നൊക്കെ പറഞ്ഞു. അവർ നമ്മളെ വീട്ടിലോട്ട് വരും കുറേ സാധനങ്ങളായിട്ട്. നമുക്ക് നമ്മളെ ഒരു ഫാമിലി പോലെ തന്നെ ഒരു ഉപ്പാൻ്റെ സ്ഥാനത്ത് കാരണമുള്ള സ്ഥാനത്തൊക്കെ അവരന്ന് നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് അങ്ങനെ മറക്കാൻ പറ്റില്ല. അങ്ങനെ അതിന്നാണ് നമ്മൾ സൗഹൃദം എന്ന് പറഞ്ഞാൽ അതെന്താണ്, അതിന് എത്രത്തോളം വാല്യൂ ഉണ്ട് എന്നുള്ള മനസ്സിലാക്കണതൊക്കെ. ഒരു കുടുംബത്തിൻ്റെ അപ്പുറത്തോട്ട്, രക്തബന്ധത്തെ അപ്പുറത്തോട്ട് സൗഹൃദത്തിന് എത്ര വാല്യൂ ഉണ്ട് എന്നുള്ള, ഇവർ തമ്മിലുള്ള ബോണ്ടിങ്, ഇവർക്ക് തമ്മിൽ അങ്ങോട്ട് എന്ത് പ്രശ്നമില്ല. നമ്മൾ സൗഹൃദത്തിൽ ഞാൻ എപ്പോഴും വിശ്വസിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ സങ്കടങ്ങളിൽ നമ്മൾ ഉണ്ടാവുക എന്നുള്ള, നമ്മുടെ സുഹൃത്തിൻ്റെ നമ്മുടെ സന്തോഷങ്ങളില്ലെങ്കിലും സങ്കടങ്ങൾ ഉണ്ടാവുക, അവിടെയാണ് ഏറ്റവും നല്ല ബോണ്ടിങ് എന്നുള്ളതാണ് മനസ്സിലായത്. പിന്നെ നമ്മളോട് ഒരാൾ ഇങ്ങോട്ട് എങ്ങനെയാണെന്നുള്ളതല്ല, ഞാനെപ്പോഴും ചിന്തിക്കാറ് നമ്മൾ അങ്ങോട്ട് എങ്ങനെയാണെന്നുള്ളതാണ്. അങ്ങനെ 6ാം ക്ലാസ്സിൽ നിന്ന് ചെറിയ വലിയ പെങ്ങളെ കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞാണ്ട് നമ്മൾ ഒരു 7ാം ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് MMBTയിലാണ്. 7ാം ക്ലാസ് മുതൽ നമ്മൾ പഠിച്ചത് MMBTയിലാണ്.
എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഒരു ചെറിയ ജോലിക്ക് പോകാൻ തുടങ്ങിയത് 10ാം ക്ലാസ് മുതൽ. കാരണം എന്താ വെച്ചാൽ നമ്മൾ എത്തിൻകുട്ടിയെ വളർന്നുകൊണ്ട് തന്നെ നമുക്ക് ഫണ്ട് ഭയങ്കര പ്രശ്നം. വീട്ടിലോട്ട് ചില സമയത്തൊന്നും ഫുഡും കാര്യങ്ങളൊക്കെ ഭയങ്കര, എന്നാലും ഒരുവിധ ആളുകൾ എല്ലാവരും സഹായിച്ചിട്ടാണ് പോയതെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു 8ാം ക്ലാസ് മുതൽ നമ്മൾ MMVT ഒക്കെ ജോയിൻ ചെയ്ത മുതൽ നമ്മൾ കുറച്ചിങ്ങനെ വലുതായി വരില്ലേ, നമ്മൾ 13-14 വയസ്സൊക്കെ ആയി വരില്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആളുകൾ സഹായിക്കൽ ഇങ്ങനെ നിർത്തി തുടങ്ങും. കാരണം മകന് വലുതായില്ല, നമ്മൾ ആരെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ വലുതായി വരുമ്പോൾ പിന്നെ നമുക്ക് പെരീത ചെലവിനുള്ള ഫണ്ടൊക്കെ ഷോർട്ടേജ് ആകാൻ തുടങ്ങി. അങ്ങനെ ആ സമയത്താണ് ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഒരു 8-10 സെക്ഷൻ വർക്കിനൊക്കെ പണികളൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് പണിക്കിറങ്ങണൊക്കെ. എങ്ങനെയും തേങ്ങ പൊളിക്കാൻ പോവാം, അതുപോലെ ഈ കുറുന്തോട്ടി പറിക്കാൻ പോവാം, അതുപോലെ ഈ പെയിന്റിങ്ങിന്റെ അല്ലറ ചില്ലറ പരിപാടികൾ. ഏറ്റവും കൂടുതൽ ഐസ് ഞാൻ വിറ്റിട്ടുണ്ട്. ഈ സ്കൂൾ ഗ്രൗണ്ട്, ഗാനമേള, അതുപോലെ നമ്മളെ ഫുട്ബോൾ ഗ്രൗണ്ടുകളൊക്കെ ഇരുത്തേങ്ങാടിയിലൊക്കെ സ്ഥിരമായിട്ട് ഐസ് വിൽക്കുന്ന ഒരാൾ തന്നെയാണ്. കാരണം നമുക്കന്ന് ഒരു സൈക്കിളെ വാങ്ങും, സൈക്കിൾ വാങ്ങിയിട്ട് വള്ളാമ്പുറത്ത് അദ്വാക്കാന്ന് പറഞ്ഞൊക്കെ എല്ലാവർക്കും അറിയുണ്ടാവും. അവിടെ പോയിട്ട് നമ്മൾ അന്ന് 13 വയസ്സാണ്, സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ പോവും. അല്ലെങ്കിൽ വെക്കേഷനിലൊക്കെ നമ്മളെ പരിപാടി ഇതാണ്. കാരണം എനിക്കതൊന്നൊരു ബുദ്ധിമുട്ട് തന്നെ തോന്നിയില്ല. കാരണം അതിൽ നിന്നുള്ള ഫണ്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. പക്ഷെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പൈസ കൊണ്ട് വീട്ടിൽ ഉമ്മ അരി വാങ്ങുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ്. കാരണം ഇപ്പോഴും ഓർമ്മ ഉണ്ട്, ഒരു ദിവസം നമ്മളന്ന് 25 റുപ്യക്ക് ഐസ് അദ്വാക്കാൻ്റെ അടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ അത് 100 റുപ്യക്ക് വിൽക്കണ്ടാവും. 75 റുപ്യ നമുക്ക് കിട്ടും. അന്ന് 75 റുപ്യ വലിയ പൈസയാണ്. നമ്മൾ 13ാമത്തെ വയസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കും. ഒരു ദിവസത്തെ ഒരു 2-3 ദിവസത്തെ ചിലവൊക്കെ ഈ 75 റുപ്യക്ക് നടക്കും. അന്ന് ഇപ്പോഴും ഓർമ്മ ഉണ്ട്, വീട്ടിൽ അരില്ലാത്ത ഒരു ദിവസം നമ്മൾ ഈ പൈസ കിട്ടിയിട്ട് വേണം. ഞാൻ രാവിലെ പോയിട്ട് ഐസ് വാങ്ങി വൈകുന്നേരം വന്ന് അവിടെ വിറ്റിട്ട് 110 റുപ്യ ഒന്ന് കിട്ടും. അന്ന് 110 റുപ്യ ഒന്ന് ഒരു ദിവസം കിട്ടിയത്. എന്നിട്ട് ഇത് വന്ന് കൊണ്ടുവന്നിട്ട് 7 മണിക്ക് നമ്മൾ വീട്ടിലെത്തും. എന്നിട്ട് വേണം നമുക്ക് വീട്ടിലേക്കുള്ള അരി വാങ്ങാൻ. അതൊക്കെ ഒന്നും ഭയങ്കര ഓർമ്മ. പക്ഷെ അതൊന്നും ഞാനൊരു അങ്ങനെ പ്രാരാബ്ദ ഒരു സംഘടന പറഞ്ഞല്ലോ കേട്ടോ. പക്ഷെ എനിക്കതൊക്കെ ഭയങ്കര ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന എൻ്റെ ലൈഫിൽ ഹാപ്പിനെസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ള. അങ്ങനെ 8ാം ക്ലാസ് മുതൽ അങ്ങനത്തെ പരിപാടികൾ, പിന്നെ നമ്മൾ ഈ ഓട്ടോ കൺസൾട്ടന്റിൽ ഞാൻ നിന്നിട്ടുണ്ട്, ഫാൻസി അങ്ങനത്തെ പരിപാടികൾ, ഹോട്ടലിൽ ടീ മേക്കർ, പ്ലേറ്റ് മോറുന്ന പരിപാടികളൊക്കെ. അങ്ങനൊക്കെ 9ാം ക്ലാസ്സിൽ നിന്ന് അതിന് പരിപാടി. അത് കഴിഞ്ഞിട്ട് പിന്നെ 10ാം ക്ലാസ്സിൽ നിന്നാണ് ഓട്ടോ കൺസൾട്ടന്റ് ജോലി. ഇതൊക്കെ വെക്കേഷനിലൊക്കെ പോകും. പിന്നെ ഏകദേശം ഒരു 10ാം ക്ലാസ് SLC കഴിഞ്ഞുകൊണ്ട് 10ാം ക്ലാസ് പ്ലസ് വൺ നമ്മൾ മലപ്പുറം ബോയ്സിലായിരുന്നു. മലപ്പുറം ബോയ്സിൽ പഠിക്കുന്ന സമയത്താണ് നമ്മളെ ഈ ആളുകളുടെ സഹായങ്ങളൊക്കെ പറ്റി നിന്നു. കാരണം നമ്മൾ പ്ലസ് 1 ഒക്കെ ആയില്ല, 10-16 വയസ്സായി. അപ്പോൾ ആ നിന്ന സമയത്താണ് വളരെ ലോ ആയി. ഫാമിലി ചിലവ് ഒരു നിലക്ക് മുന്നോട്ട് പോകില്ല. ഈ പലചരക്ക് സാധനം അതാണ് മെയിൻ. ബാക്കിയുള്ളൊന്നും വലിയ പ്രശ്നം. നമുക്ക് തന്നെ ഒരു 2000 രൂപ ഉണ്ടെങ്കിലൊക്കെ സുഖമായിട്ട് നമ്മുടെ ഫാമിലിയിലെ ലൈഫ്, ഞാൻ പെങ്ങള് ഉമ്മ സുഖമായിട്ട് കഴിഞ്ഞു പോകും. ചെറിയ വീടല്ലേ. അപ്പോൾ പിന്നെ ആ സമയത്ത് പിന്നെ കറണ്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടോ, റോഡ് വന്ന്. പക്ഷെ എനിക്ക് ഏറ്റവും എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വ്യക്തി പറഞ്ഞാൽ എൻ്റെ ഉമ്മ തന്നെയാണ്. കാരണം ഞാനിപ്പോൾ യാത്ര തുടങ്ങിയാലൊക്കെ എന്ന് വെച്ചാൽ ഉമ്മ ഇല്ലാതെ ഇതൊന്നും നടക്കില്ല. കാരണം നമ്മളന്ന് ആ ഒരു കാട്ടില് വെള്ളമില്ലാതെ കറണ്ട് ഇല്ലാന്നുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മക്ക് ഞങ്ങളെ ഇട്ട് പോകാൻ ശരിക്കും. കാരണം നാഥനില്ലാത്തോണ്ടില്ലാണ്ട് ഞങ്ങളെ ഈ മക്കളെ അങ്ങനെ നോക്കി വളർത്തി മക്കളെ കെട്ടിച്ച് വലുതാക്കി. പിന്നീട് ഞാൻ പ്ലസ് 1 പഠിക്കുന്ന സമയത്ത് അത് ഭയങ്കര, അതൊന്നൊരു സാധാരണ ഒരു സ്ത്രീക്ക് എനിക്ക് തോന്നുന്നില്ല ആ ഒരു മൈൻഡ് കിട്ടുന്നു, ആ ഒരു മാനസികമായ ആ ഒരു പവർ കിട്ടുന്നു. അതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മളെ മാതാവ് എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ അതിന് മനസ്സിലാക്കിക്കൂടാ. കാരണം ആര് വേറിട്ട് പോയാലും സ്വന്തം അമ്മ വേറിട്ട് പോകില്ല. ഭാര്യ പോയാലും സൗഹൃദങ്ങൾ പോയാലും വേറെ ആര് പോയാലും, കാരണവര് പോയാലും അന്തരം പോയാലും ഫാമിലി വേറെ അമ്മമാര് മക്കള് ആര് പോയാലും ഉമ്മ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് വേറിട്ട് പോകില്ല. അത് കൂട്ടിപ്പിടിച്ചോ, അതാണ് ലൈഫിൽ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ നിൽക്കണ ഈ നിമിഷം വരെ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ സമ്പാദ്യങ്ങളൊന്നാണ് അമ്മ എന്ന് പറഞ്ഞത്. കാരണം അമ്മ ഇല്ലെങ്കിൽ ഈ യാത്രയില്ല. ഞാൻ എന്ത് പറഞ്ഞാലും അമ്മക്ക് ഓക്കെ ആവണതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെ പ്ലസ് 1 ഫണ്ട് ഭയങ്കര ആളുകളെ സപ്പോർട്ട് കുറയുന്നതല്ല, ആളുകൾ സ്വഭാവം ചിന്തിക്കുമല്ലോ, നമ്മളെ അയൽവാസികളും ഫാമിലിയിൽ നിന്നൊക്കെ ചിന്തിക്കുമല്ലോ, ഇപ്പോൾ ഓൻ വലുതായല്ലോ ഞാൻ നോക്കുന്നുള്ള. അപ്പോൾ ആ ഒരു സംഭവം വന്നപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോൾ നമ്മളെ നോക്കാം എന്നുള്ള. അങ്ങനെ ഞാൻ പ്ലസ് 1 പഠിക്കുമ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു സാറാണ്. ഇപ്പോൾ ഇത് കാണുന്ന ആളുകളുണ്ടെങ്കിൽ ജെയിൻ സാർ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ വരെ പോയി കണ്ടിരുന്നു കേട്ടോ ബോയ്സിൽ എൻ്റെ ലൈഫിൽ. കാരണം പ്ലസ് 1 പഠിക്കുമ്പോൾ ഞാൻ വെറും 4 ദിവസമാണ് സ്കൂളിൽ പോയിരുന്നത്. ബാക്കി 3 ദിവസം ഞാൻ വർക്കിനെ പോയിരുന്നത്. 7 ദിവസത്തിൽ ബാക്കി 3 ദിവസം വെറും 4 ദിവസം. അങ്ങനെ ഞാൻ 1-2 ദിവസം എക്സ്ട്രാ അടുപ്പിച്ച് ലീവ് ആയപ്പോഴാണ് സാറ് വീട്ടിൽ വിളിച്ചത് എന്താണ് സംഭവം ചോദിച്ചത്. എൻ്റെ ലൈഫിൽ ജെയിൻ സാർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്ത് സ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്താണ് ഞാൻ പറയേണ്ടതെന്നുള്ളത്. കാരണം അമ്മനോട് ചോദിച്ചു എന്താ പ്രശ്നം ചോദിച്ചു. അമ്മ പറഞ്ഞു ഇങ്ങനെ വിഷയങ്ങളുണ്ട്, ഓന് ജോലിക്ക് പോലെ നിർബന്ധമാണ്. ഞാൻ തേപ്പിന്റെ പണിക്കൊക്കെ പിന്നെ പോകും. തേപ്പ്, ടൈൽസ്, സെൻറ്ററിങ്, പടുവ് ഇതിനൊക്കെ ഹെൽപ്പറായി പോകും. അങ്ങനെ ആകുമ്പോൾ ഒരു 500-600 രൂപ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് സുഖമായിട്ട് ഒരു 4 ദിവസമൊക്കെ സുഖമായിട്ട് ലൈഫ് പോകും, മുന്നോട്ട് പോകും സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ.
ഞാനതൊക്കെ ആസ്വദിച്ച് പോണത്, അല്ലാതെ ഒരു പ്രാരാബ്ദം ഭയങ്കര അങ്ങനെ പോകണമെന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഫാമിലിക്ക് വേണ്ടിയിട്ടല്ലേ, ഭയങ്കര രസമല്ലേ. സാറ് ചോദിച്ചു, സാറ് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് വീട്ടിൽ ഉമ്മ പറഞ്ഞു ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, വർക്കിന് പോകല്ലാണ്ട് വേറെ വഴിയില്ല, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. നേരെ പറ്റിയ സാറ് പിന്നെ സ്റ്റാഫ് റൂമിൽ വിളിച്ച്, എനിക്ക് തോന്നുന്നു അങ്ങനത്തെ സേർമാരൊന്നും ഉണ്ടാവില്ല നമ്മളെ ഈ ലോകത്ത് തന്നെ പറയാൻ പറ്റും. കാരണം നമ്മളിപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണ് സേർമാരെ കുട്ടികളുടെ അത്ര അട്രാക്ഷനും കാര്യങ്ങളും ഭയങ്കര ചങ്ക് ബ്രോസ് സേർമാരൊക്കെ ഉണ്ടായി വന്നത്. ഇവരൊക്കെ അന്തക്കാലം ചെയ്തു വെച്ചിട്ടുണ്ട് 10-15 കൊല്ലം മുന്നേ. സാറിനോട് പറഞ്ഞ് എനിക്ക് ബാപ്പോ ഏത് ദിവസമാണെങ്കിലും വർക്കിന് വയ്ക്കുക, വർക്കിന് വീട്ടിലുള്ള ചെലവ് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ സ്കൂളിൽ വരിക, പഠിക്കുക, പിന്നെന്താ ചെയ്യുക, അറ്റൻഡൻസിനെ പറ്റി ഒരു വീടും പേടിച്ചിട്ടാ ഞാൻ വേണ്ടു. അങ്ങനെ എനിക്ക് ഫുൾ അറ്റൻഡൻസ് ഇട്ടെന്ന് മനസ്സിലായി. കാരണം നമ്മളെ അവസ്ഥ മുമ്പ് അറിയാം. അങ്ങനെ എന്തായാലും അങ്ങനെ ഞാൻ +1 +2 ഞാൻ അങ്ങനെ പോയത്. 3 ദിവസം വർക്കിന് പോവും, 4 ദിവസം സ്കൂൾക്ക് വരും. ഞാൻ പിറ്റേ ദിവസം വരുമ്പോൾ സൽമാൻ വിളിക്കുമ്പോൾ ഞാൻ അങ്ങനെ കൈ പൊന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും ഞാൻ വർക്കിന് പോയതാണെന്നുള്ളത്. അവിടെ ഫുള്ള് എനിക്ക് അറ്റൻഡൻസ് വരും. അങ്ങനെ സാറിനോട് പറഞ്ഞാൽ എന്തെങ്കിലും വീട്ടിലെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും പറഞ്ഞു, ഞാൻ സഹായിച്ചതിൻ്റെ ഒന്നും പ്രശ്നങ്ങൾ ഒരാളും അറിയാതെ പറഞ്ഞാൽ. ഞാൻ ഇതുവരെ സാറോട് ഒരു പൈസ ചോദിച്ചില്ല, ഇപ്പോഴും കോൺടാക്ട് ഉണ്ട്. അപ്പോൾ സാർ ഇത് കാണുകയാണെങ്കിൽ ബിഗ് സല്യൂട്ട്, ഹാറ്റ്സ് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് +1 +2 കഴിഞ്ഞ് +1 നിൽക്കുന്ന സമയത്താണ് രണ്ടാമത്തെ പെങ്ങളെ കല്യാണം. രണ്ടാമത്തെ പെങ്ങളെ കല്യാണം എന്ന് പറഞ്ഞാൽ എൻ്റെ നേരെ എളാപ്പാൻ്റെ മോൻ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ എന്നെ പറഞ്ഞു ഇങ്ങോട്ട് തന്നാളി നമ്മൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ പെങ്ങന്മാരെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അവർ അത്രയും സോൾ, നമ്മൾ പറഞ്ഞില്ല അത്രയും സോൾ ക്യാരക്ടർ എന്ന് പറയില്ല, അത്രയും സിമ്പിളാണ്. ഞാൻ എൻ്റെ എന്ത് ഇഷ്ടങ്ങളും അതിൻ്റെ ഒപ്പം അവരുണ്ട്. എന്നോട് ഇന്ന് വരെ നോ എന്നുള്ള വാക്ക് ഒരു കാര്യത്തിലും പറഞ്ഞിട്ടില്ല. അത് അളിയന്മാരാണെങ്കിലും അങ്ങനെ ആയിക്കോട്ടെ. യാത്രക്ക് പോകുന്നപ്പോൾ ഞാൻ വീട് വരെ ഇട്ടുണ്ട്. എനിക്ക് യാത്രയുടെ തലേന്ന് ഫണ്ടില്ലാത്തപ്പോൾ അളിയനാണ് എനിക്ക് പൈസ ഇട്ടുന്നുണ്ട് ധൈര്യം വീക്ക് ഞാൻ ബാക്കിലുണ്ട് പറഞ്ഞത്. അത്രയും കട്ടക്ക് ഈ വണ്ടിൻ്റെ വർക്ക്ഷോപ്പിൻ്റെ വർക്ക് മൊത്തത്തിൽ വലിയ അളിയനാണ്. ഞങ്ങളങ്ങനെ ഡെയിലി അങ്ങനത്തെ ബന്ധമല്ല, ഈ ഡെയിലി വിളിച്ചിട്ട് തെറ്റാ പിടിച്ച് അങ്ങനത്തെ പരിപാടികളല്ല. ഞാൻ അങ്ങനെ എല്ലാവരും ക്യാരക്ടർ കൊണ്ടെടുക്കൽ. എനിക്കൊരു ചാർലി ടൈപ്പ് സ്റ്റൈലിലാണ് എൻ്റെ നടത്തും കാര്യങ്ങളൊക്കെ. അപ്പം നല്ല ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ള തോന്നൽ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല ഡെയിലി വിളിക്കണം, അതിലൊന്നും വലിയ ബന്ധങ്ങൾ ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അത് ഒരു ഫുൾ ടൈം നമ്മൾ കട്ടക്കുണ്ട്. അങ്ങനെ +2 കഴിഞ്ഞ് പിന്നെ ഡിഗ്രിക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് ഡിഗ്രി പോയി. ഞാൻ വീട് പണി നടക്കുക, വീട് പറ്റ ചോർന്ന് വിളിച്ച് അങ്ങനെ പിടുത്തം വിട്ടേക്ക് ഞങ്ങൾ ബാക്കിലെ കുറച്ചൊരു 10 സെന്റ് സ്ഥലം വിറ്റ് നമ്മളൊന്ന് വീട് സെറ്റാക്കി അരച്ച് നോക്കുമ്പോൾ ആ സമയത്താണ് ഡിഗ്രി കൊടുക്കുന്ന സമയമൊക്കെ കഴിഞ്ഞു പോയി. പിന്നെ വീടിൻ്റെ വർക്ക് കുറേ ഞാൻ തന്നെ എടുത്ത് ഒരു വിധം ഒപ്പിച്ച് കൂടിയിരുന്ന്. പിന്നെ ഞാൻ ഡിഗ്രി ഒരു മഞ്ചേരി കോപ്പറേറ്റീവ് കോളേജ് പോയി. കോപ്പറേറ്റീവ് കോളേജ് പോയപ്പോൾ അവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ ആകെ 2-3 മണിക്കൂർ ക്ലാസ് ഉള്ളൂ. പക്ഷെ നമ്മൾ ഫുൾ ടൈം ഡെയിലി പോകണം. പക്ഷെ അത് ഒരിക്കലും നടക്കണ കേസല്ല. നമ്മൾ ഈ വീട്ടിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായതുകൊണ്ട്, വീട്ടിലെ പ്രാരാബ്ദം കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് അങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്ത് ലാസ്റ്റ് പണിക്കിറങ്ങി, വർക്കിനിറങ്ങി. എൻ്റെ ചെറിയ കളിയാണ് ടൈൽസിൻ്റെ പരിപാടിയാണ്. അങ്ങനെ ഓൻ തേപ്പിൻ്റെ പരിപാടിയാണ്. അങ്ങനെ ഓൻ്റെ ഒപ്പം ഞാൻ തേപ്പിൻ്റെ വർക്കിനിറങ്ങി. ഞാൻ പറഞ്ഞോട്ടെ നമുക്ക് തേപ്പിൻ്റെ വർക്ക് വേണ്ടെങ്കിൽ മടി, ഭയങ്കര ചടപ്പ്, കയ്യും കാലൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് ടൈൽസിന് പണിക്ക് പറഞ്ഞിട്ട് ഓനെ കൊണ്ട് ഞാൻ നിർബന്ധിപ്പിച്ചിട്ട് ബാത്റൂംസിൻ്റെ പണി, ടൈൽസിൻ്റെ പണി എനിക്ക് അതിലുള്ളിലേക്ക് ഇഷ്ടപ്പെട്ട പണി അതായിരുന്നു. റിസ്ക് കുറവായതുകൊണ്ടല്ലേ, വേറെ ഒന്നുമില്ല. അങ്ങനെ അതിർപ്പിച്ച് ഞങ്ങളങ്ങനെ എടുത്തെടുത്ത് ഞങ്ങൾ വലിയ വർക്കുകൾ കിട്ടാൻ തുടങ്ങി. ഞാൻ അവൻ്റെ പെൽപ്പറേറ്റ് കയറി ഏകദേശം ഒരു 1.5 കൊല്ലം വർക്കിന് കയറിയാണ്ട് ഇതിങ്ങനെ പോയെങ്കിൽ പിന്നെ ഞാൻ വർക്ക് പഠിച്ച് അങ്ങനെ തുടങ്ങി. വർക്ക് പഠിച്ചിട്ട് പിന്നെ അങ്ങനെ പോവാണ്, മുന്നേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ ലൈഫ് പറഞ്ഞാൽ ജോലിയില്ല. 2015-16 കാലഘട്ടത്തിലാണ് അതൊക്കെ. അതിന് പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഭയങ്കര ചിന്താഗതികളൊന്നും ഇല്ല. അങ്ങനെ ചെറിയ കുലിയും തറിയും ഫാമിലികളുടെ കാര്യങ്ങൾ നോക്കും, ബാക്കി ഫുള്ള് യാത്ര കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. അങ്ങനെ ആ സമയത്ത് ഇപ്പോൾ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ലൈഫിക്കൊരു പ്രണയം കയറി വന്ന് ഞാൻ അതിൻ്റെ ഫുൾ കാര്യമായ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒക്കെ ഏറ്റവും നല്ല കോണ്ടാക്റ്റാണ് ആ വീട്ടുകാരായിട്ടൊക്കെ നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ജെന്യൂനായിട്ടുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള സംഭവം തന്നെ, ഒരു അഫെയർ തന്നെയായിരുന്നു. ഞാൻ മാരേജ് ചെയ്യണം എന്നുള്ള ഭയങ്കര ഇഷ്ടപ്പെട്ട അങ്ങനത്തെ സംഭവങ്ങൾ തന്നെയായിരുന്നു. പക്ഷെ അതിപ്പോൾ പറഞ്ഞ പോലെ ആ വീട്ടുകാർ നമ്മളെ വീട്ടുകാരൊക്കെ അത്രയും ഭയങ്കര ബോണ്ടിങ് തന്നെ ആ സമയത്തും ഇപ്പോഴും അതെ കേട്ടോ. അപ്പം അങ്ങനെ പക്ഷെ അതിങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ അതിൻ്റെ ഒരു ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം, കാരണം എനിക്കതങ്ങനെ നിൽക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതങ്ങനെ മുന്നോട്ട് പോയിക്കാണ്ട് ഞാൻ ആ സമയത്ത് പിന്നെ സൗദി പോയി. എനിക്കൊന്ന് ഉംറ ചെയ്യണമെന്നുണ്ടായിരുന്നു, ഒന്ന് മദീനത്ത് പോകണമെന്നുണ്ടായിരുന്നു. അല്ല അവിടെയും ടൈലിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് വന്നിട്ട് ഉംറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഒറ്റ കൊല്ലം അവിടെ നിന്നുള്ളൂ. അവിടെ ജോലിയുടെ കുറച്ച് ഇഷ്യൂ പരമായിട്ട് ഞാൻ തിരിച്ച് നാട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്ത് ഈ വർക്ക് വീണ്ടും ഞാൻ തിരിച്ചെടുത്ത്, എൻ്റെ ടൈലിൻ്റെ പരിപാടികളൊക്കെ തിരിച്ചെടുത്ത് ഫാമിലിക്ക് ഭയങ്കര സുഖമായിട്ട് പോവുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറഞ്ഞ ചിലവല്ലുള്ളൂ, ഞാനും ഉമ്മയും അല്ലേ ഉള്ളൂ വീട്ടിൽ. 2 പെങ്ങന്മാരും കല്യാണം കഴിഞ്ഞ് പോവുകയും ചെയ്തു. അങ്ങനെ ഈ വർക്കിനെ ഞാൻ റീസ്റ്റാർട്ട് ചെയ്ത് ഞാൻ സ്വന്തമായിട്ട് വർക്ക് എടുത്ത് 2-3 വർക്കേഴ്സിനെ വെച്ച് ഞാൻ വർക്ക് എടുക്കും, വർക്കേഴ്സിനെ വെച്ച് വർക്ക് എടുപ്പിക്കും, ഇങ്ങനെയൊക്കെ ഒരു പരിപാടി. അങ്ങനെ മുന്നോട്ട് സുഖമായിട്ട് പോകുന്ന സമയത്ത് തന്നെ
നമ്മളെ അഫെയർ, നമ്മളൊരു പ്രണയം, ആ ഫാമിലി ഇന്നും ആ ഫാമിലിൻ്റെ പോലെ ഭയങ്കര കോണ്ടാക്റ്റാണ്. അത് വീട്ടിൽ അവതരിപ്പിച്ചു. പക്ഷേ രണ്ട് വീട്ടുകാർക്കും പൊതുവെ അത് താല്പര്യമില്ലായിരുന്നു. രണ്ട് വീട്ടുകാർക്ക് ഈ സംഗതികൾ അറിയും ചെയ്യും. പിന്നെ ഞാനതൊരു കൂടുതലായിട്ടൊരു ഭയങ്കര പ്രസിങ്ങിനോ കാര്യങ്ങളൊന്നും നിന്നില്ല. അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഞാൻ മറ്റുള്ള ആൾക്കാരോടൊക്കെ നമ്മൾ ചിലപ്പോൾ ദേഷ്യപ്പെടാനൊക്കെ ഉണ്ടാവാം പുറത്തുള്ള. എനിക്ക് ഞാൻ അറിയുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളോട് നമ്മൾ ഈ സ്വരച്ചേർച്ചകളൊക്കെ ഒരുപാട് ഉണ്ടാവുമല്ലോ ഈ പ്രണയിക്കണ കാലഘട്ടത്തിലൊക്കെ. അപ്പൊ എന്തായാലും നമ്മൾ ഒരു ഫൈറ്റും വാശിയും കാര്യങ്ങളൊക്കെ പിടിക്കേണ്ടി വരും. അപ്പൊ എന്നെ കൊണ്ട് തീരെ കഴിയാത്തൊരു സംഗതിയാണ്. നമ്മളുമായിട്ട് ഏറ്റവും റിലേഷൻ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്ന ആളുകൾ ഉണ്ടാവില്ല, അവരോട് നമ്മൾ കൂർക്കുക അല്ലെങ്കിൽ ആ സമയത്ത് അതിനെ കൊണ്ട് ഭയങ്കര ഡൗൺ ആവും ഞാൻ ആ സമയത്ത്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മളെ വെറുക്കുന്നു എന്ന് പറയുന്ന, വെറുക്കല്ല ആ ഒരു സാഹചര്യമാണ് സംഗതിയില്ല, ഒരിക്കലും അങ്ങനെ നമ്മൾ ഉൾപ്പെടുത്താം. അപ്പൊ ഞാനത് രണ്ട് ടീം നടക്കൂല എന്ന് കണ്ടപ്പോൾ ഞാനത് ഇങ്ങനെ മെല്ലെ സ്കിപ്പ് ചെയ്തു. പുള്ളിക്കാരത്തിയുടെ കല്യാണം കഴിഞ്ഞു. ഇപ്പൊ ഭയങ്കര ലൈഫാണ്. ഭയങ്കര ലൈഫ് എന്ന് പറഞ്ഞാൽ അടിപൊളി ലൈഫ്. എനിക്ക് തോന്നണു അത് നടക്കാത്ത നന്നായി. കാരണം എന്താ വെച്ചാൽ എന്നെക്കാൾ എത്രയോ ബെറ്റർ ഒരാളാണ് പുള്ളിക്കാരത്തി കിട്ടിയത്. നമ്മളെ മുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ പോട്ടെ എന്നുള്ള. ഞാൻ കണ്ട എന്റെ ലൈഫിൽ ഏറ്റവും ക്യൂട്ട് കപ്പിൾസ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അവരാണ്. കാരണം എനിക്ക് അവരങ്ങനെ തന്നെ നിൽക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം നമ്മളെ ഇപ്പൊ ആ ഫാമിലി നമ്മളന്ന് ചെറിയൊരു സ്വറച്ചേർച്ചകളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ തന്നെ അതൊക്കെ നിർത്തി ഒക്കെ ലെവലാക്കി. ഇപ്പോൾ അവരുടെ ആങ്ങളെന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ്. വീട്ടുകാരുമായിട്ട് മാത്രമൊന്നുമല്ല കേട്ടോ, അവളുമായിട്ടും അവനെന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. അവളെ ഇപ്പൊ കല്യാണം കഴിച്ചവനൊക്കെ എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ്. കാണാറുണ്ട്, സംസാരിക്കാനൊക്കെ ഒരുമിച്ച് സംസാരിക്കാറുണ്ട്. ഭയങ്കര കമ്പനിയാണ്. അത് എനിക്ക് ഏറ്റവും ക്യൂട്ട് കപ്പിൾസാണ് അവർ. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ പോട്ടെ എന്നുള്ളതാണ്. അതങ്ങനെ കഴിഞ്ഞു. ഇപ്പോൾ ഭയങ്കര കോണ്ടാക്റ്റാണ് വീട്ടുകാർ. ഓൻ്റെ പുള്ളിക്കാരത്തിന്റെ ആങ്ങളൊക്കെ നമ്മളെ അത്രയും ബെസ്റ്റ് ഫ്രണ്ടാണ്. വീട്ടുകാർ ഉമ്മാനായിട്ടൊക്കെ ഏതുപോലെ എനിക്ക് ആ റിലേഷൻ, വീട്ടുകാർ തമ്മിലുള്ള റിലേഷൻ അതുപോലെ ഉണ്ടാവണമെന്നുണ്ടായിരുന്നു. അതുപോലെ നമുക്കെന്ന് വെച്ചാൽ നമ്മൾ വളരെ കുറഞ്ഞ കാലഘട്ടത്തിൽ ജീവിക്കൊണ്ട് പോകുന്നില്ലേ, 10-60 കൊല്ലം. അത് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും സന്തോഷത്തോടെ മനസ്സറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും ഏറ്റവും നല്ല രീതിയിൽ അനുഭവിച്ച് മുന്നോട്ട് പോകാന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ നമ്മൾ മുമ്പിൽ നിന്ന് പോകുമ്പോൾ ഒരു ഐഡന്റിറ്റി ബാക്കിയാക്കി പോകാന്നുള്ളത്, മറ്റുള്ളവർക്ക് ഏറ്റവും നല്ലത് പറയാനുള്ള പോവുക, ഏറ്റവും നല്ല ചിന്തിക്കുക, പോസിറ്റീവായിട്ട് നിൽക്കുക എന്നുള്ളത് മാത്രമല്ല. പോസിറ്റീവായിട്ട് മറ്റുള്ളവരെ കുറിച്ച് മറ്റുള്ളവരിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക എന്നുള്ളത്. ഞാൻ എൻ്റെ ക്യാരക്ടർ ഡിസൈഡ് ചെയ്യുന്ന പോലും ഒരാളെ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യും. ഓൾതിൽ ഏറ്റവും നല്ല എന്താണെന്നുള്ളത് ഞാൻ ഇന്ത്യയിലേക്ക് എടുക്കും. ഓൾതിൽ മോശമുള്ള എന്തുണ്ടെങ്കിൽ ഇന്ത്യയിൽ ആ സാധനം ഇന്ത്യയിലുണ്ടെങ്കിൽ ഇന്ത്യനെ ഒഴിവാക്കാൻ ശ്രമിക്കും. ഇനി ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ലൈഫിൽ വരാണ്ടെന്നുള്ളത് എനിക്കറിയാം. അങ്ങനെ ഏതായാലും അവളുടെ മാരേജ് കഴിഞ്ഞ് ഏറ്റവും ഹാപ്പി ആയിട്ട് പോകണു. അങ്ങനെ തന്നെ പോട്ടെ. അവർക്കൊരു ബിഗ് സല്യൂട്ട് ഉണ്ട് എൻ്റെ വക, ഒരു സലാം പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ മുന്നോട്ട് പോയി 2020-2021 കാലഘട്ടത്തിൽ നമ്മളെ കൊറോണ ഒക്കെ സമയത്തൊക്കെ ഇനിയിപ്പോൾ അങ്ങനെ അത് ഡ്രോപ്പായി. ഇനി നമ്മൾ മുന്നോട്ട് നമ്മൾ പാസ്റ്റിനെ കുറിച്ച് നമ്മളങ്ങനെ കൂടുതലായിട്ട് ചിന്തിക്കില്ല. അപ്പോൾ അത് മുന്നോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഭയങ്കര പിന്നെ എന്തായാലും കല്യാണം ഉണ്ടാക്കണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ എനിക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ഈ ഫൈറ്റ് ഷൂട്ട് ചെയ്യുക, കോമഡി ഷൂട്ട് ചെയ്യുക, വീഡിയോ പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സിനിമ എൻ്റെ ഭയങ്കര പാഷനാണ്. ഒരു കാലത്ത് എനിക്ക് അല്ലു അർജുൻ എന്ന് പറഞ്ഞ നടനോട് ഭയങ്കര ഇഷ്ടമാണ്. അത് അന്നും ഇഷ്ടമാണ് ഇന്നും ഇഷ്ടമാണ്, പ്രശ്നമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളെ പ്രശ്നമില്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ച്. നമ്മൾ 2006 കാലഘട്ടത്തിൽ പുള്ളിക്കാരൻ ആര്യ എന്ന് പറഞ്ഞ മൂവിയിലൂടെ വന്നപ്പോൾ തന്നെ നമ്മളെ ചെറുപ്പകാലത്ത് ഒരുപാട് സങ്കടങ്ങൾ മാറ്റിമറിച്ച പുള്ളിക്കാരനാണ്. അതായത് വെച്ചാൽ അദ്ദേഹത്തിന്റെ പാട്ടുകൾ, ഡാൻസുകളൊക്കെ അതിലൂടെയാണ് നമ്മളെ ജീവിതം നൊസ്റ്റാൾജിയ കടന്നു പോയത്. അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിമറിച്ച് നമ്മുടെ സങ്കടങ്ങളൊക്കെ കവർ ചെയ്ത് പോയത്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യനോട് ഭയങ്കര ഇഷ്ടം, ആരാധനല്ല ഭയങ്കര ഇഷ്ടം, ഫാന് നല്ല ഞാൻ പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ റോമിയോ ജൂലിയറ്റ്സ് എന്ന പറഞ്ഞതിലെ ഇന്റർവ്യൂ ഫൈറ്റ് നമ്മൾ നാട്ടിലെല്ലാവരും കൂടി സഹകരിച്ചിട്ട് നമ്മൾ ഒരു റീക്രിയേഷൻ ഫൈറ്റ് ഒക്കെ എടുത്ത് ഈ നാട്ടിലെല്ലാവർക്കും എന്നോട് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. പല ആൾക്കാർക്കും എന്നോട് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ എനിക്കൊരു നെഗറ്റീവ് സ്വഭാവം കൂടെ ഉണ്ട്. ഒക്കെ നമ്മൾ പറഞ്ഞാൽ നെഗറ്റീവ് അല്ല, എനിക്കെന്താ വെച്ചാൽ നമ്മളെ മുന്നിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഗതി കണ്ടു കഴിഞ്ഞാൽ എന്നോട് തന്നെ ഞാൻ ചോദിച്ചുകൊണ്ട് പോകും, ഞാൻ എന്തുകൊണ്ട് അതിനെ പ്രതികരിച്ചില്ല. അപ്പോൾ ഞാൻ പ്രതികരിക്കണ്ടേ, പൊതുസമൂഹത്തിൽ എന്ത് ചെയ്യുന്നത് ഞാൻ പ്രതികരിക്കും. അപ്പോൾ അത് പ്രതികരിക്കും. പൊതുവെ നിങ്ങൾക്കറിയാലോ, ഒരു എല്ലാത്തിനും 2 വശം എന്ന് പറഞ്ഞ പോലെ നമ്മൾ പ്രതികരിക്കുമ്പോൾ എനിക്ക് 2 വശങ്ങളുണ്ടാവും, 2 ശരിയായിട്ട് തിരിയും. ഒരു ടീം എന്തായാലും നമ്മൾ എതിരാണ്, ഒരു ടീം അനുകൂലം ഉണ്ടാവും. നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് നമ്മളോട് ദേഷ്യമുള്ളവരൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ കണ്ടത് പറയും. ചിലപ്പോൾ അത് പറയാതിരുന്നാൽ ചിലപ്പം എല്ലാം ഉങ്ങിയാൽ സമാധാനം കിട്ടുമായിരിക്കും. പക്ഷെ പറയാതിരുന്നാൽ കിടന്നുറങ്ങാൻ സുഖം ഉണ്ടാവില്ല. കാരണം ഞാൻ എന്നോട് തെറ്റ് ചെയ്ത പോലെ തോന്നുന്നു. അതിൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെ ആയിപ്പോയി. അപ്പോൾ ഈ നാട്ടിൽ പറഞ്ഞ പോലെ എന്നോട് സ്വരച്ചേർച്ചകളുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവാം. അങ്ങനെ അത് കഴിഞ്ഞ് കല്യാണം നോക്കണം, ആ ലെവലിലേക്ക് എത്തി. വീട്ടിൽ ഭയങ്കര സെർപ്പ്. അങ്ങനെ ആ ലെവലിലേക്ക് എത്തിയപ്പോൾ വീട്ടിൽ ഞാൻ പറഞ്ഞു കല്യാണം നോക്കാം. ഓക്കെ, അതിൽ ഈ പറഞ്ഞ പോലെ അഭിപ്രായ വ്യത്യാസം നമ്മൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണല്ലോ, ഓരോ ഫാമിലിക്കും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം വന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിനോടും പ്രാക്ടിക്കലി മാനസികമായിട്ടൊന്നും പൊരുത്തപ്പെടാൻ പറ്റാത്തൊരു രീതിയിലായിപ്പോയി. ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോയപ്പോൾ 6 മാസം കൊണ്ട് ഞാനത് ഡ്രോപ്പ് ചെയ്തു. കാരണം ഞാൻ ഒരുപാട് ആലോചിച്ച് തീരുമാനത്താണ്.
കാരണം ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കാന്ന് വെച്ചാൽ ഞാനിത് കൊണ്ട് നടന്നാൽ എത്ര കാലം കൊണ്ടു നടക്കും? നമ്മളൊരു 6 മാസത്തിന് ഒരു കൊല്ലത്തിനൊന്നും ഇല്ലല്ലോ. അപ്പം അതിൽ വന്ന കാര്യങ്ങളൊന്നും പിന്നെ നമുക്ക് എൻ്റെ പേഴ്സണൽ ഇട്ടോ, അത് അവരുടെ കുറ്റമൊന്നല്ല, നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് അവർ പറഞ്ഞതും ഇനി മുന്നോട്ട് വെക്കണത് കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് നടക്കൂലെന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷത്തോടെ തന്നെ നമ്മളത് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഹാറ്റ്സ് ഓഫ് പെൺകുട്ടി ഏറ്റവും നന്നായിട്ട് തന്നെ ഇരിക്കട്ടെ. കാരണം ലൈഫിലെ നമുക്ക് ഏറ്റവും ഒരു റെസ്പെക്ട്ഫുള്ളി നമുക്ക് ഒരു ഇഷ്ടമൊക്കെ തോന്നിയ ഒരാളും കൂടെയാണ്. അങ്ങനെ പോയി. പക്ഷെ എനിക്ക് അതിനൊന്നും വലിയൊരു സങ്കടം തോന്നിയില്ല. അങ്ങനെ ഇപ്പോൾ ഇതെന്താ എല്ലാം ഇങ്ങനെ നെഗറ്റീവ്സിലൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് തന്നെ പോയി. പാസ്റ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാണ്ടിരിക്കുക എന്നുള്ളത് ഏറ്റവും നന്നായിട്ട് ഞാൻ അവരോടും പറഞ്ഞത്, നിങ്ങൾ ഏറ്റവും നന്നായിട്ട് തന്നെ പോയി എന്നുള്ളതാണ്. അങ്ങനെ പോയി കണ്ട് അത് കഴിഞ്ഞാണ്ട് വീട്ടിൽ ആ സമയത്ത് പിന്നെ 3-4 വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു, സ്കൂട്ടി, ബൈക്ക്, കാറ്. ഞാനാണ് ആകെ ഒരാൾ. ഇതൊന്നും വലിയ വലിയ വണ്ടികളൊന്നുമല്ല, ചെറിയ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇങ്ങനെ വാങ്ങി വെക്കണ സംഗതികളാണ് കയ്യിൽ ക്യാഷ് ഉണ്ടാകുമ്പോഴൊക്കെ. അപ്പോൾ കാറുണ്ട് എൻ്റെ ഒരു സെന്ന് 2004 മോഡല് MPFയോ അങ്ങനെന്തൊരു സംഭവം. എൻ്റെ അളാപ്പാൻ്റെ കുട്ടി എൻ്റെ അടുത്ത് വർക്കിന്, അപ്പോൾ ഞാൻ അതിലൂടെ 1-2 കാര്യങ്ങൾ വിട്ടുപോയി. എൻ്റെ സുഹൃത്തുക്കൾ തന്നെ എൻ്റെ ഇപ്പം വർക്കിന് ഹെൽപ്പറായിട്ടൊക്കെ ഉണ്ടാകും. നാട്ടിൽ എല്ലാവരും എൻ്റെ ഇപ്പം വർക്കിന് പോകുന്നുണ്ട്, ടൈൽസിൻ്റെ. പിന്നെ പങ്കാളികളും ഉണ്ടാകാറുണ്ട്. ഞാൻ കൂടുതലായിട്ട് വർക്ക് എടുക്കൽ ചെന്നൈ അങ്ങനത്തെ പുറത്താണ്. മലപ്പുറം ഇതിൻ്റെ ഒരു 3 കിലോമീറ്റർ അകന്നിട്ടാണ് നമ്മൾ വർക്ക് കൂടുതലായിട്ട് നമ്മൾ എടുക്കൽ. 3 കിലോമീറ്റർ ഡിസ്റ്റൻസിലൊക്കെ ആ കുറച്ച് അപ്പുറത്ത് ചിലപ്പോൾ അധിക സ്ഥലം നിൽക്കലാണ്. അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. നമ്മൾ പിന്നെ വർക്ക് എടുക്കുമ്പോൾ നമ്മൾ നാട്ടിൽ കഴിയുന്നത് എടുക്കാണ്ടിരിക്കുക എന്നുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ കിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ നാട്ടുകാരായിട്ട് നമ്മൾ കണക്ഷൻ പൈസൻ്റെ ഡീലിങ്സ് ഒക്കെ നടത്തണ്ടേ. പിന്നെ നാട്ടിൽ നിന്ന് വർക്ക് എടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തീർക്കേണ്ടി വരും, നല്ല ഫിനിഷിങ്ങും വേണ്ടി വരും. അപ്പോൾ അതൊന്നും പോസിബിൾ ആയ ഒരു സംഗതി എനിക്ക് തോന്നിയില്ല. ഏറ്റവും കുറഞ്ഞ പൈസ എടുത്ത് തീർക്കും വേണ്ടി വരും. അപ്പോൾ ഇതിന് നമ്മളൊരു വഴിയിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ അവരോട് തെറ്റാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചെന്നൈ അങ്ങനത്തെ കുറച്ച് ലോങ് വർക്കുകൾ എടുക്കുക. അതാകുമ്പോൾ സ്ലോവിൽ തീർത്താൽ മതി. ഡീലിങ്സ് ഒക്കെ വളരെ കറക്റ്റ്. നാട്ടിലെ ഡീലിങ്സ് കറക്റ്റ് അല്ല എന്നല്ല ടൈം പറഞ്ഞത്. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അത് അവിടെ ചെയ്യും. പിന്നെ നമ്മൾ കാണുന്നില്ലല്ലോ. ഇത് എനിക്ക് ഏറ്റവും വലിയ ഒരു പ്രശ്നം അതാണ്. നമ്മൾ സൗഹൃദങ്ങൾ പങ്കിട്ട് നമ്മളെ കൺമുന്നിലൂടെ കാണുന്ന ആളുകളോട് നമുക്ക് തെറ്റി നടക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ തെറ്റി നടക്കാത്ത മനുഷ്യനെ കൊണ്ട് കഴിയില്ല. എന്നോട് പല ആൾക്കാർ നാട്ടിൽ തെറ്റിയെടുക്കും. പക്ഷെ ഞാൻ അവരോട് തോള് കൈയിട്ട് വർത്താനം കൈയൊക്കെ കൊടുത്താൽ അങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ പിന്നെ അവർ തന്നെ മനസ്സിലാക്കും നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ. നമ്മളിപ്പോൾ എന്തിനാണ് ഇവനോട് ഇത്രയും കാലം തെറ്റിയിടുന്നത്, നമ്മളൊരു പൊട്ടനായില്ലേ, അതിനും പോകാം അവനോട് സൗഹൃദത്തിലൊന്നും പോകാനുണ്ട്. ഈ പറഞ്ഞ ആൾക്കാർക്ക് നമ്മൾ പിന്നെ ഒരു സൗഹൃദം വന്നിട്ടുണ്ട്. അങ്ങനെ 2022 നമ്മളെ കല്യാണമൊക്കെ അങ്ങനെ അതങ്ങനെ ഡിവോഴ്സ് ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ഇനി എന്ത് നമ്മൾ വർക്ക് ചെയ്ത് അങ്ങനെ പോവാണ്. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഡിഫറൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അമ്മനോട് ഒരു ദിവസം പറഞ്ഞേ, അമ്മ ഞാൻ പിന്നെ നമ്മൾ വർക്ക് അന്നം തരുന്ന സംഗതിയാണ്. കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടതാണ് വർക്ക്. കഷ്ടപ്പെട്ടതല്ല, കഷ്ടപ്പെട്ട് വർക്ക് കയറിയിട്ട് പിന്നെ അത് ഇഷ്ടപ്പെടേണ്ടി വന്ന അവസ്ഥയല്ലോ. അപ്പോൾ സെപ്പറേറ്റ് ആണ് വർക്ക് നടക്കുന്നത്. അപ്പോൾ ഞാൻ അമ്മനോട് പറഞ്ഞു, എനിക്കിപ്പോൾ നിങ്ങൾക്കറിയില്ല യാത്ര ഭയങ്കര ഇഷ്ടം, ഞാൻ അങ്ങനെ പോണതാണ്. ഇമ്മാക്കും യാത്ര ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇമ്മയും ഉംറ ചെയ്തിട്ടുണ്ട്, പല താജ്മഹലിടയിൽ ഒരുപാട് പോയിട്ട്. ഇപ്പോൾ കാലിന് ഇപ്പോൾ മുട്ടിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ വല്ലാതെ പോകാൻ വയ്യ. അതിൽ അമ്മനോട് പറഞ്ഞ് പിന്നെ എനിക്കൊന്നെങ്കിൽ ഫിലിമിൽ എനിക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒന്നെങ്കിൽ എനിക്ക് അങ്ങനെ പോകണം, അല്ലെങ്കിൽ എനിക്കൊരു യാത്ര വൈഡായിട്ട് ചെയ്യണം, വലിയ യാത്ര പോകണം. അതിൻ്റെ വലിയൊരു ആഗ്രഹം. അത് പോവുകയാണെങ്കിൽ ഓട്ടോറിക്ഷ പോകണം. കാരണം കാറിനോട് വലിയ താല്പര്യം. കാർ ഞാൻ കാർ വിറ്റപ്പോൾ ഒരു എമൗണ്ട് കിട്ടിയപ്പോൾ, ഒരു നോമ്പിനാണ് കാർ വിൽക്കുന്ന എമൗണ്ട് കിട്ടിയപ്പോൾ ആ എമൗണ്ട് തട്ടി ഓട്ടോറിക്ഷ എടുത്ത് നല്ലൊരു വണ്ടിയെ കിട്ടിയത്. 2009 മോഡൽ, എഞ്ചിൻ കണ്ടീഷൻ പക്ക പെർഫെക്റ്റ് സാധനം. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്ത് അത് കുറച്ച് വർക്ക് ഘടിപ്പിച്ചിട്ട് ഇമ്മാനോട് ഞാൻ പറഞ്ഞ് ഇനി ഇങ്ങനെ ഒരു യാത്ര പോകണം. അപ്പം ഉമ്മനോടാണ് ഇപ്പോൾ ആരെ പടപ്പേ യാത്ര പോയാലും വേണ്ടിയില്ല, സിനിമയ്ക്ക് കയറില്ലേ. ഉമ്മക്ക് ഭയങ്കര നമ്മളൊക്കെ ഓർത്തഡോക്സ് ആണെങ്കിലും ഉമ്മാര് പിന്നെ നിങ്ങൾക്ക് അറിയാലോ അങ്ങനെ ഭയങ്കര ഒന്നും കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കും. അത് ഉമ്മാൻ്റെ ഒരു പിന്നെ ആഗ്രഹത്തിന് നമ്മൾ ഒപ്പം നിൽക്കുക എന്നുള്ളത്. ഉമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു യാത്ര പോവാം. അങ്ങനെയാണ് ഞാനൊരു യാത്ര ആദ്യമായിട്ട് ഓട്ടോറിക്ഷ എടുത്തിട്ട് ഊട്ടി പോയി ഒരു ടെസ്റ്റ് അടിച്ച് നോക്കി. അപ്പോൾ എൻ്റെ 2 സുഹൃത്തുക്കൾ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെയാണ് സംഭവം, നടക്കും. ചെറിയൊരു യാത്രയൊക്കെ നടക്കുന്നില്ല. ഓൾ കേരള പോയി ടെസ്റ്റ് അടിച്ച്. അപ്പോൾ ഓൾ കേരള പോയപ്പോൾ മനസ്സിലായി അന്ന് ഈ വണ്ടിമ ഒരു സെറ്റപ്പും ഇല്ല. അപ്പോൾ മനസ്സിലായി ഈ സെറ്റപ്പ് പോരാ, വൻ സെറ്റപ്പ് വേണം, എന്നാലേ ലോങ് യാത്രക്ക് പറ്റുള്ളൂ എന്നുള്ള. അങ്ങനെ വണ്ടിൻ്റെ വർക്ക് എടുപ്പിച്ച് ഇത് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ജൂണിൽ തുടങ്ങേണ്ട യാത്രയാണ്. ഇപ്പോൾ ഒരു കൊല്ലമായി. പിന്നെ തുടങ്ങുന്നത് ഫെബ്രുവരിയില്ല. അപ്പോൾ സുഹൃത്തുക്കൾ നാട്ടിൽ നിന്ന് പറയും ഞങ്ങളുണ്ട്, ഓരോരുത്തരുണ്ടെന്ന് പറയും. ലാസ്റ്റ് ഞാൻ നീട്ട് ഡിസംബറൊക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞു ആരും വേണ്ട, ഞാൻ തന്നെ വർക്ക് എടുത്ത് ഞാൻ ഒറ്റയ്ക്ക് പോയിക്കൊണ്ടാണ് അങ്ങനെ തുടങ്ങിയതാണ്. അങ്ങനെ നമ്മൾ വർക്ക് എടുത്ത ഒരുവിധം കംപ്ലീറ്റ് ഒക്കെ ആയപ്പോൾ എന്തായി, ഞാൻ വീഡിയോ ഇട്ടു. എനിക്ക് യാത്രക്ക് 2 ആൾക്കാരെ വേണം, അങ്ങനെ ഒരു ഓൾ ഇന്ത്യയാണ്, 150 ദിവസത്തെ പരിപാടിയാണ്, താല്പര്യമുള്ളവർക്ക് പോരാം, എന്നിട്ട് കിറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയാണ് ജാവി ഇപ്പോഴും നമ്മളെ വീഡിയോ കണ്ടിട്ടാണ് അവർ വരുന്നത്. അവർ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നിട്ട് അവർ കാര്യം സംസാരിച്ചു. ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയി. അവരുടെ വീട്ടിലെല്ലാവരും ഓക്കെ അടിച്ച് അങ്ങനെയാണ് നമ്മൾ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ അടിയിൽ ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും നടന്നു പോയിട്ടുണ്ടാവാം. എൻ്റെ ഒരു ലൈഫ് ജേണിൻ്റെ ചെറിയൊരു സംഗതി എന്ന് പറഞ്ഞത്. പിന്നെ വളർത്തിയിൽ എനിക്കിപ്പോഴും പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ വളർന്നത് നമ്മുടെ നാട്ടിലെല്ലാവരുടെയും അന്നം കഴിച്ചുകൊണ്ടാണ്. എൻ്റെ സൗഹൃദങ്ങളുടെ, എൻ്റെ അയൽവാസികളുടെ, എൻ്റെ
നാട്ടുകാരുടെ എല്ലാവരെയും ഫുഡ് കഴിച്ചിട്ടാണ് ഞാൻ വളർന്നത്. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ ഒരുവിധം ജോലി ഞാൻ ചെയ്തിട്ടുണ്ട്. 8ാം ക്ലാസ് മുതൽ ഞാൻ വർക്കിന് പോയിട്ടുണ്ട്. ഞാൻ കണ്ട സൗഹൃദങ്ങൾ ഞാൻ പറഞ്ഞു. എൻ്റെ 2 അളിയന്മാർ, എൻ്റെ ഫാമിലി, എനിക്ക് ഒരുപാട് ആൾക്കാർ എനിക്ക് അറിയണവരും ഉണ്ട്. പക്ഷെ എനിക്ക് സൗഹൃദങ്ങൾ കുറവാണ്. എൻ്റെ സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ സൗഹൃദങ്ങൾ ഞാൻ സൂക്ഷിക്കാറുള്ളൂ. അത് ഏറ്റവും എനിക്ക് അക്സെപ്റ്റ് ചെയ്യണ, കാരണം എൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപാടുണ്ടാവും. എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ ഉണ്ടാവാം. അപ്പൊ എൻ്റെ ഡൗണിസത്തിലൊപ്പം നിൽക്കണ, എൻ്റെ ഉയർച്ചയിലൊപ്പം നിൽക്കാത്തവരൊക്കെയാണ് എനിക്ക് ആവശ്യം. ഒപ്പം നിൽക്കാത്തവർ ഉദ്ദേശിച്ചാൽ അതിലും ഉണ്ടാവണം. പക്ഷെ അതുപോലെ ഞാൻ തിരിച്ചു അങ്ങനെയാണ്. എൻ്റെ ഏത് സുഹൃത്തുക്കളോടും നിങ്ങൾ ചോദിച്ചാൽ മനസ്സിലാവും. അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അവരൊപ്പം നിൽക്കാറുള്ളൂ. അല്ല അവരെ ഹാപ്പിനെസ്സിലും ചിലപ്പോൾ ഞാൻ അവരൊപ്പം കാണാറില്ല. ഭയങ്കര ജോളി അടിച്ചു വിളിച്ചെടുക്കുമ്പോഴൊന്നും ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് നടക്കുന്ന ആളാണ്. എല്ലാവരും കൂടി ഉണ്ട്, എന്നാൽ ഒരാളെ കൂടെ ഇപ്പോൾ സ്ഥിരമായിട്ടില്ല. അങ്ങനെയാണ് എനിക്കിഷ്ടം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കച്ചറകൾ കുറക്കാൻ പറ്റും. കച്ചറ ഉദ്ദേശിച്ചത് ഈ തമ്മിൽ തെറ്റുന്ന പരിപാടികളൊക്കെ. ഒരേ ആളപ്പം നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഡെയിലി കാണണം, ഡെയിലി വിളിക്കണം, ഇതൊന്നും എൻ്റെ ഒരു കാറ്റഗറി പെട്ടതല്ല. ഡെയിലി വിളിക്കണ അതൊന്നും. കാരണം എന്താ വെച്ചാൽ ഞാൻ വിശ്വസിക്കണം എന്ന് വെച്ചാൽ പെട്ടെന്ന് അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. കാരണം വെച്ചാൽ നാട്ടിൽ ഞാൻ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കണതാണ്. ഇപ്പോൾ ഈ യാത്രയിൽ തന്നെ ഒരുപാട് ആളുകൾ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് ആളുകൾ ഇവരൊക്കെ ഞാൻ പറയണമെന്ന് വെച്ചാൽ ഞാൻ വിളിക്കുന്നു വിചാരിച്ചു നിങ്ങൾ നിൽക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് നേരിട്ട് എന്നെ വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം. കാരണം ഞാൻ എൻ്റെതായ ചുറ്റുപാടിൽ പോകണ മനസ്സിലായതുകൊണ്ട് ചെന്നിട്ട് നമ്മളുണ്ട്. അപ്പം എല്ലാവരോടും സൗഹൃദങ്ങൾ പുലർത്തുക. ഇതാണ് ഇപ്പം ഇതിൽ പല സമയത്തും നിങ്ങൾക്ക് ഇമോഷൻസ് വന്നിട്ടുണ്ടാവാം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇതൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ ഹാപ്പിനെസ് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം ഇത്രയും ഇതിലൊരു സ്ട്രഗിളിങ് എനിക്ക് എവിടെ തോന്നിയില്ല. അത് ചെറുപ്പം മുതലേ ഇങ്ങനെ പോയതുകൊണ്ട് ഇതിലൊരു വലിയ സംഭവങ്ങളൊന്നുമില്ല. ഇത് വലിയൊരു സംഭവ സ്റ്റോറിയല്ല. അപ്പൊ ഇത് ഒരുപാട് ആളുകൾ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ സംഗതി വളരെ സിമ്പിളായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഞാൻ ചിലപ്പോൾ വിചാരിക്കും ഇഞ്ഞൊരു കല്യാണം നോക്കട്ടെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാരോട് ചോദിക്കുന്ന കേസാണ്. ഒരുപാട് പിന്നെ കാക്കമാരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാൻ കേട്ടോ. യൂറോപ്പ് ഒക്കെ മലയാളികളാണ്. യൂറോപ്പിൽ നിന്നാണെങ്കിലും സൗദി, ദുബായ്, കേരളത്തിൽ നിന്ന് പല ഭാഗത്തു നിന്നൊക്കെ ദിവസേന എനിക്ക് മെസ്സേജ് അയക്കാം. എന്താ ബാപ്പു പുറത്ത് എല്ലാവരും ബാപ്പു എന്ന് വിളിക്കുക. എനിക്കെന്താ വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അത് വിളിക്കാനാണ്. കാരണം ഞാൻ അങ്ങനെയാണ് വളർന്നു വന്നത്. ചെറുപ്പം മുതൽ എല്ലാവരും എന്നെ അതാണ് വിളിച്ചത്. അപ്പോൾ ചെറുപ്പം മുതൽ സ്കൂളിലും പിന്നെ നാട്ടിലും എല്ലാവരും ബാപ്പു വിളിച്ചിട്ടേ അതങ്ങനെ ആയിപ്പോയി പേര്. ഇപ്പം എൻ്റെ സൽമാൻ എന്ന് ആരും വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അകൽച്ച തോന്നിപ്പോകും. നമ്മളൊരു വേറെന്തോ വിളിക്കണ പോലെ അതിൻ്റെ ഒരു ഐഡന്റിറ്റി മാത്രമേ ഞാൻ കീപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ അന്നമ്മ എന്നോട് ചോദിച്ചാൽ ഞാൻ ഉമ്മാക്ക് ഓക്കെ അളിയനോട് ഞാൻ 2 അളിയന്മാരോട് ഞാൻ ആദ്യമായിട്ട് യാത്രനെ പറ്റി പറഞ്ഞു. ഇങ്ങനെ ഒരു വൈഡായിട്ട് പരിപാടി ചെയ്യണം, എന്താ അഭിപ്രായം വിട്ടോ, ധൈര്യമായിട്ട് വിട്ടോ പറഞ്ഞു. ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു ഡൗൺ ആയിട്ട് നിന്നൊരു സിറ്റുവേഷൻസ് കുറവാണ്, വളരെ കുറവാണ്. അങ്ങനെ ഉണ്ടായിട്ടില്ല. അതിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടും എൻ്റെ ചുറ്റുപാടിൽ നിന്ന് കിട്ടിയ അറിവുകൊണ്ടും തിരിച്ചറിവുകൊണ്ടൊക്കെ ആയി വന്നതായിരിക്കും എൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. എൻ്റെ മൈൻഡ് സെറ്റിൽ ഒരുപാട് മോശം വശങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റും. നല്ല വശങ്ങളുടെ അതിനോട് ധൈര്യമായിട്ട് പറയാൻ പറ്റും. ഇനി ഒരുപാട് എനിക്ക് മാറാനുണ്ട്. ക്യാരക്ടറൈസേഷനിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ മാറാനുണ്ട്. അപ്പോൾ ഉമ്മ പറഞ്ഞ പോലെ ഇനി നാട്ടിലെത്തി കഴിഞ്ഞാൽ വലിയ പ്രശ്നം എന്താ വെച്ചാൽ എന്നെ കെട്ടിച്ച് നിൽക്കണേ. അപ്പോൾ എല്ലാവർക്കും എന്നോടതാ പറഞ്ഞില്ലേ, ഈ യാത്രയാണ് ലാസ്റ്റ്. യാത്ര പോയി വന്നാൽ എന്തായാലും കല്യാണം ഉണ്ടാക്കാം കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ അവിടെ വിട്ടത്. അപ്പോൾ ഞാൻ മനോട് പറഞ്ഞു യാത്ര കഴിഞ്ഞിട്ട് എന്തായാലും ഉണ്ടാക്കാം, അതുവരെ എന്നോട് അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യരുതെന്നുള്ള. യാത്രയായിരുന്നു എൻ്റെ ഡ്രീം. യാത്രയിലൂടെയാണ് നിങ്ങളും ഞാനും പരിചയപ്പെട്ടത്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ഞാൻ എപ്പോഴും ചിന്തിക്കണം എന്താ അറിയോ, നമ്മൾ കുറഞ്ഞ ലൈഫേ ഉള്ളൂ. നമ്മൾ കുശുമ്പ് കാണിച്ചിട്ടോ വ്യക്തിവിദ്വേഷം വെച്ചിട്ടോ നമ്മൾ രാഷ്ട്രീയപരമായിട്ട് ഭയങ്കര അകൽച്ച രാഷ്ട്രീയപരമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മൾ സൗഹൃദപരമായിട്ട് അകൽച്ചയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായാൽ എന്താ അറിയോ, നമുക്ക് എന്തെങ്കിലും ദേഷ്യമോ വാശിയോ ഒരാൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വിശ്വസിക്കണം അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മളാണ്. കാരണം നമുക്ക് കടന്നുറങ്ങാൻ സുഖമില്ല, നമുക്ക് ഫുഡ് കഴിക്കാൻ സുഖമില്ല, നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇറിറ്റേഷൻ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയി. നമുക്ക് ആരോടും ദേഷ്യമില്ല. മറ്റുള്ളവർക്ക് നമ്മോട് ദേഷ്യം ഉണ്ടെന്നുള്ളത് നമ്മൾ അറിയേണ്ട ഒരു ആവശ്യമില്ല. അല്ലേ, ഞാൻ എൻ്റെ നെഗറ്റീവ് കമൻസിൽ പോലും ഞാൻ എല്ലാத்தைയും ലൈക്ക് അടിക്കും. കാരണം എനിക്ക് അവരോട് ഇഷ്ടമാണ്. അവർ തിരിച്ചെങ്ങനെ വേണമെങ്കിൽ പെരുമാറിക്കോട്ടെ, ഒരു പ്രശ്നമില്ല എന്നുള്ളത് ഞാൻ എപ്പോഴും മനസ്സിലാക്കണം. ഓരോ ചുറ്റുപാടായിരിക്കും ഒരു പക്ഷേ പോലെ അങ്ങനെ ആക്കിയിട്ടുണ്ടാവുക. ഒരാൾ മോശം ആളായിട്ട് ജനിക്കണില്ല, അവനെ ചുറ്റുപാട് അങ്ങനെ ആക്കി മാറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും നല്ല ഫുഡ് കഴിച്ച് ഏറ്റവും നല്ല ആളെ ജീവിക്കുക എന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നാട്ടിൽ പോയിട്ട് വേണം. ഇമാൻ്റെ ഇപ്പം കുറച്ച് ദിവസം നാട്ടിൽ വീട്ടിലുണ്ടാവും. നമ്മൾ എല്ലാവർക്കും നമ്മളെ വീട്ടിലേക്ക് വരാം. ഞാൻ എൻ്റെ വീട്ടിൽ സൗഹൃദങ്ങളൊക്കെ എല്ലാവരും വരുമ്പോഴും അവരോടൊക്കെ പറഞ്ഞില്ല, എൻ്റെ വീട്ടിൽ ആരും വന്നാലും എനിക്ക് വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. എല്ലാവരും വീട്ടിൽ കയറണം, അകത്തോട്ട് കയറണം, സിറ്റ് ഔട്ടിൽ ഇരിക്കണം, അവരുടെ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കണം. ആ വീട്ടിൽ വരാത്ത ആളുകൾ വളരെ കുറവ്. എൻ്റെ ഒരുപാട് സപ്പോർട്ട് ഞാൻ പറയാം. എനിക്ക് 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ജുമുഅക്ക് പോകുമ്പോൾ നൂറാങ്കൽ അതുവരെ എനിക്ക് മറക്കാൻ പറ്റില്ല. എൻ്റെ നൂറാങ്കലാണ് എൻ്റെ പള്ളി ഉണ്ടായിരുന്നത്. എൻ്റെ ഉപ്പ മരിച്ച കബർ കിടക്കുന്നത് ആലത്തൂർപ്പടി പള്ളിക്കല. ഇപ്പം ഞാനൊരു 8ാം ക്ലാസ് മുതൽ ഞാൻ അവിടെ പോവാം. പള്ളി ഡെയിലി എല്ലാ വെള്ളിയാഴ്ച അവിടെ പോയി പാനോട് കാര്യങ്ങൾ പറയും, സലാം പറഞ്ഞിട്ട് അവിടെ പോകും. പക്ഷെ ഞാൻ നൂറാങ്കൽ പോകുമ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും എനിക്കും വേണ്ടിയിട്ട് 2 ഉമ്മമാർ നൂറാങ്കൽ 2 വീട്ടിൽ, ആ വീട് ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട്, വീട്ടിലെ ആളുകളെ പേരൊന്നും ഓർമ്മയില്ല, 2 വീട്ടിൽ നമ്മൾ പോണ വഴിയിൽ കാത്തിരിക്കും. എനിക്കൊരു 10-20 രൂപ തരാൻ വേണ്ടി, ഒരു എത്തിയും കുട്ടി എന്നുള്ള ലെവലിൽ. ഞാൻ ചിലപ്പോൾ അവിടെ നിന്ന് പൈസ വാങ്ങി അവരെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഞാൻ പോരാ വീട്ടിൽ. 5ാം ക്ലാസ് മുതൽ ഒരു 6-7 ക്ലാസ് വരെ. അതുപോലെ തന്നെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു മുഖമാണ് അലിയാപ്പൂൻ്റെ നാട്ടിൽ
PP അവിടുത്തെ അമ്മ ഒക്കെ. കാരണം ഞങ്ങൾക്ക് എൻ്റെ ഉപ്പ മരിച്ച അന്ന് മുതൽ എനിക്ക് തോന്നുന്നു ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് വരെ എല്ലാ മാസവും ഞങ്ങൾക്കൊരു നിശ്ചിത ഒരു എമൗണ്ട് എല്ലാ മാസവും ഞങ്ങൾക്ക് വേണ്ടി തിമുട്ടിയാക്കാണെന്ന് പറഞ്ഞിട്ട് അപ്പൻ്റെ പെരക്കാർക്കാന്ന് ഉസ്മാൻ്റെ ഉപ്പാൻ്റെ പേര് ഉസ്മാനായതുകൊണ്ട് ഉസ്മാൻ്റെ വീട്ടുകാർക്കാന്ന് പറഞ്ഞിട്ട് അവർ എല്ലാ മാസം നമ്മളെ കയ്യിൽ കൊണ്ടുവന്ന് തരും, ഒരു സാലറി പോലെ. അങ്ങനെയൊക്കെ നോക്കിയ ആൾക്കാരുണ്ട് നമ്മളെ. പക്ഷെ ഞാൻ എനിക്ക് അവരോടൊക്കെ റെസ്പെക്ട്, ഞാനോട് സംസാരിക്കില്ല, വീട്ടിൽ പോലൊന്നുമില്ല. പക്ഷെ അതൊക്കെ നമ്മളെ മനസ്സിലുണ്ട്. അപ്പോൾ അവരൊക്കെ ഇത് കാണുകയാണെങ്കിൽ എല്ലാവർക്കും ഹാറ്റ്സ് ഓഫ്. അതൊന്നും നമ്മൾ മറന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഒന്നും മറക്കാൻ പറ്റില്ല. അലാപ്പിൻ്റെ പിന്നെ വൈഫ്, മക്കള്, അബിപ്പി പോലൊക്കെ നമുക്ക് അത്രയും ഞാനിതിൽ പറഞ്ഞ എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. എല്ലാവരോടും അത്ര റെസ്പെക്റ്റ്ഫുള്ളി നമ്മൾ അത്രയും ക്യൂട്ടായിട്ട് സ്നേഹത്തോടെ കാണുന്ന ആൾക്കാരാണ്, നാടും ഫാമിലിയും ഒക്കെ. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ യാത്രൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ തന്നെ അവരെല്ലാവരും നിങ്ങളെല്ലാവരും കൂടി, അതുകൊണ്ടാണ് ഇത്ര സ്മൂത്തായിട്ട് യാത്ര പോകുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു യാത്ര എന്നോട് പലരും പറഞ്ഞു, ഇങ്ങനത്തെ ഒരു യാത്ര നമ്മൾ ആദ്യമായിട്ട് കാണണം, എല്ലാ കണ്ടന്റുകളും ചേർക്കണം, നിങ്ങൾ വളരെ ഹാപ്പിയാണ്, എപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കണം, ദിവസേന 10-12 വീഡിയോസ് ചെയ്യണം. എനിക്ക് തോന്നുന്നു 10-12 വീഡിയോസൊക്കെ നമ്മളെ ചെയ്യാറുള്ളൂ കേരളത്തിൽ വ്ളോഗിൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അങ്ങനെയാണ് നമ്മളെ ലൈഫ് സ്റ്റോറി. അപ്പോൾ നിങ്ങൾക്ക് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ധൈര്യമായിട്ട് രേഖപ്പെടുത്താം ഇൻഷാ അല്ലാഹ്. അപ്പോൾ കാണാം നമുക്ക്. ഓക്കെ, അസ്സലാമു അലൈക്കും.